അച്ഛനും അമ്മയും ഊണയിച്ചിട്ടല്ലേ പോകത്തുള്ളൂ? ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങണം. അതെന്തൊരു വർത്താനാ ജനാർദ്ദന, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്തായാലും വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അച്ഛനും അമ്മയും 2 ദിവസം കഴിഞ്ഞിട്ട് വേണ്ട, പോയിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്താ സൂചി കുത്തിയതോ? അല്ല, അവിടെ പോയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. അതാണ് അച്ഛന് കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്ക് അവിടുത്തെ വീട് വിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് അവിടുത്തെ കട്ടിലല്ലാതെ വേറെ കട്ടിലിൽ കിടന്നാലും ഉറക്കവും വരില്ലല്ലോ. പിന്നെ അമ്മ ഇവിടെ നിക്കണം. അമ്മ ഒരു 2, 3, 4, 5 ഒരാഴ്ച ഇവിടെ നിന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. കേശുവേ, എടാ ഈ ലൈൻ ഏത് സെക്ഷനിൽ പെടും? ഏത് സെക്ഷൻ ആയാലും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും ജനാർദ്ദന. അയ്യോ സോറി അമ്മ. അതിന് അച്ഛൻ എന്തിനു സോറി പറയണേ? ശരിയാണ്, ഞാൻ റിട്ടയർ ആയില്ല അല്ലേ. ഇപ്പോഴും ഞാൻ ആ KCB കാരനായിട്ട് തന്നെ നിൽക്കാണ്. എന്നാലും സോറി. ഇരിക്കട്ടെ. അയ്യോ, വർത്താനം പറഞ്ഞെന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാനങ്ങ് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. പിന്നെ സീതേ, ഉച്ചക്ക് ഭക്ഷണത്തിന് കറിയൊക്കെ കുറവായിരിക്കും. നമ്മള് വലിയ വിരുന്നുകാരല്ലേ, ഉള്ളത് മതിയെന്നേ. വന്നേ, അടുക്കളയിലോട്ട് വന്നേ. എന്നാ അമ്മ ഞാൻ അടുക്കളയിലോട്ട്. ഇങ്ങോട്ട് വാ. വരുന്നു. കേശുവേ, നിങ്ങളിപ്പോ പടവലം വീട്ടിൽ അങ്ങനെ അധികം താമസിക്കാറില്ലല്ലോ. വൈദ്യുതി അധികം ഉപയോഗിക്കാറുമില്ല. അപ്പൊ ബില്ലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വൈദ്യുതി അമൂല്യമാണ്. പഴക്കാൻ പാടില്ലായിരിക്കും. അതെ 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 അതെ, ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട്. എന്താ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ഞാനെന്തോ ചെയ്തു? അമ്മൂമ്മ എന്തിനാ കുഴിപ്പുറത്ത് അമ്മയടുത്ത് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞത്? അങ്ങനെ പറയണ്ടായിരുന്നോ? അതല്ല, അമ്മയ്ക്ക് അങ്ങനെ ഒന്നും നിൽക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ലെന്നേ. അതായത് അമ്മ ഒരു സ്ഥലത്തൊക്കെ നിൽക്കണമെങ്കിൽ അവിടെ ഭയങ്കര വൃത്തി വേണം. നമ്മളിവിടെ എവിടെ അവരെ കിടത്തി ഉറക്കും? ഏത് വൃത്തിയുള്ള മുറി എവിടെ ഉള്ളത്? அதுக்கு என்ன லட்சு, 1 மணி நேரம் கிடைச்சேன்னா நான் വൃത്തിയാക്കി തരുവേനേ. എന്റെ ആന്റി, അത്ര സിമ്പിൾ പരിപാടിയല്ല. ആ റൂം മൊത്തം ക്ലീൻ ചെയ്യണം, തൂത്തുവാരണം, മാറാല മൊത്തം തുടയ്ക്കണം, അതുപോലെ തന്നെ കർട്ടൻ മാറ്റണം, ബെഡ്ഷീറ്റ് മാറ്റണം, തലോണ കവർ മാറ്റണം. എന്തിന് താഴെയിട്ട് ചവിട്ടി വരെ മാറ്റേണ്ടി വരും. അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ ചേച്ചി. ഉണ്ട്, പക്ഷെ അതൊക്കെ അലക്കി പറക്കി വെച്ചിട്ടുണ്ടോ ആവോ? ഇതിനാ ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ. തുണിയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണമെന്ന് പറയുന്നത് ഇതിനാണ്. അത് മാത്രല്ല അമ്മൂമ്മേ, അമ്മ ഇപ്പൊ ഇവിടെ നിൽക്കുവാണെങ്കിൽ കുളിച്ചൊക്കെ മാറിയിട്ട് എന്ത് ഡ്രസ്സ് ഇടും? അവര് വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. അമ്മയ്ക്ക് കനയാൻറ്റിയുടെ അമ്മൂമ്മയുടെ ഡ്രസ്സ് കൊടുക്കാം. പിന്നെ അച്ഛന് സിദ്ധോളേന്റെ ഡ്രസ്സ് ഉണ്ടല്ലോ. ഇവരുടെ ഡ്രസ്സും കൊണ്ട് അങ്ങ് ചെന്നാ മതി. അച്ഛൻ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യും. പക്ഷെ അമ്മ അങ്ങനെയല്ല. വേറൊരാൾ ഉപയോഗിച്ച ഡ്രസ്സൊന്നും അമ്മ അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കേശുവിനെ വിട്ട് അടുപ്പിച്ചാ പോരെ? മിണ്ടാരി അമ്മൂമ്മ, അമ്മൂമ്മയ്ക്ക് എന്താ? അത് മാത്രമല്ല, അയ്യോ ആന്റി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. என்ன ആന്റി, അമ്മയെ ഇച്ചിരി ഒരു പ്രത്യേക ടൈപ്പാണ്. കുറച്ച് ചിട്ടയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാ. അതുകൊണ്ടേ ഈ ചോറൊക്കെ കൊടുക്കുമ്പോൾ പ്ലേറ്റൊക്കെ നല്ലോണം വൃത്തിക്ക് കഴുകണം കേട്ടോ. ഈ മീനിന്റെ ഉളുമ്പുമാണ് ഒന്നും പാടില്ല. അതുപോലെ തന്നെ അച്ഛനും നമ്മൾ ചോറും കറിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. കറി സെപ്പറേറ്റ്, ചോറ് സെപ്പറേറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ. എന്റെ പൊന്നേ, അമ്മ കയറി വന്നപ്പോ എന്റെ പേക്കോലം. എനിക്ക് വൃത്തിക്കിരുന്ന് എന്തായിരുന്നു കുഴപ്പം വീട്ടില്? ഇനിയിപ്പോ അവിടെ പോയിട്ട് ബാക്കി ഇരുന്ന് കേൾക്കേണ്ട വരും. അത് ഏത് നേരത്താണാവോ? ഇനിയിപ്പോ നോക്കിക്കോ, ഞാൻ അമ്മനെ ഫോൺ ചെയ്യാത്തതൊക്കെ പറയും. നീയേ സിദ്ധു മംഗലാപുരത്ത് പോയ കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നോ? ഞാനായിട്ട് വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. സിദ്ധു വിളിച്ചു പറഞ്ഞായിരുന്നോ? അവനും വിളിച്ച് പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ വിചാരിച്ചത് സിദ്ധു വിളിച്ച് പറഞ്ഞു കാണുമെന്നാ. എന്റെ ദൈവമേ, ഇനി ഇതും കേൾക്കണ വരുമല്ലോ. പാറുവേ, അമ്മ ഇട്ടായി തിന്നിട്ടേ കവർ അവിടെ ഇവിടെ ഒന്നും ഇടരുത്. അത് കണ്ട പിന്നെ അമ്മയ്ക്ക് അതും മതി. മര്യാദയ്ക്ക് വേസ്റ്റ് ബില്ലിൽ കൊണ്ടിടണം കേട്ടാ. ഇടാൻ ചേച്ചി. ഓ അല്ല ലച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ രാവിലെ ഇവിടെ പറയുന്ന കേട്ടല്ലോ, കുഴിപ്പുളത്ത് അച്ഛനെയും അമ്മയൊക്കെ അങ്ങ് കയ്യിലെടുത്ത് വെച്ചേക്ക് വന്ന്. ഇപ്പൊ നീ എന്താ അവരെ കണ്ടപ്പോ കിടുക്കിടാന്ന് വിറയ്ക്കുന്നേ? அம்மா,
நானும் கவனிச்சேன் லெச்சுவுக்கு ஒரு பதர்ச்சி இருக்கு. പിന്നെ പതർച്ച, ആർക്ക് പതർച്ച, എന്ത് പതർച്ച? പിന്നെ അമ്മൂമ്മ ഇപ്പൊ അമ്മൂമ്മയുടെ അമ്മായിയമ്മേനെ കാണുവാണെങ്കിൽ ചെറിയൊരു കിടുകിടാ പറയലും പതർച്ചയൊക്കെ ഉണ്ടാവൂലേ? അത്രയൊക്കെ തന്നെ എനിക്കും ഉള്ളൂ. പിന്നെ പ്രതീക്ഷിക്കാതെ കയറി വന്ന ആരാണെങ്കിലും ഒന്ന് എന്താ ഇവിടെ ഒരു സംസാരം? ഓ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നേ.